ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിലായിരിക്കുന്നു. തുടരെ വന്ന ബലാത്സംഗ പരാതികളിൽ നിന്ന് രക്ഷപ്പെട്ട രാഹുലിനെ അതിസമർത്ഥമായിട്ടുള്ള നീക്കങ്ങളിലൂടെ മൂന്നാമത്തെ ഒരു ബലാത്സംഗ പരാതിയിൽ പോലീസ് കുടുക്കി. മറ്റു പരാതികളിൽ നിന്ന് വ്യത്യസ്തമായി രാഹുലിനെ കുരുക്കുന്നതാണ് മൂന്നാമത്തെ ബലാത്സംഗ പരാതി എന്നാണ് വിലയിരുത്തൽ. അതിജീവിതകൾക്കും തൽക്കാലത്തേക്ക് ആശ്വസിക്കാം. പോലീസ് പെട്രോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിലിൽ. പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് രാഹുലിനെ റിമാൻഡ് ചെയ്തു. രാഹുലിനെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. ജാമ്യാപേക്ഷ നൽകിയിരുന്നുവെങ്കിലും കോടതി തള്ളി. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. ഉദ്വേഗങ്ങൾക്കും ഒളിവ് ജീവിതങ്ങൾക്കും വിരാമമിട്ട് രാഹുൽ മാക്കൂട്ടത്തിൽ ഒടുവിൽ അഴിക്കുള്ളിൽ. മാവേലിക്കര സബ് ജയിലിലേക്കാണ് വൈദ്യപരിശോധനയ്ക്ക് കോടതി നടപടികൾക്ക് ശേഷം രാഹുലിനെ മാറ്റിയത്. വൻ സുരക്ഷാ സന്നാഹമാണ് രാഹുലിനെ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലും വൈദ്യപരിശോധനയ്ക്കും ഹാജരാക്കിയപ്പോൾ പോലീസ് ഒരുക്കിയത്. രാഹുലിനെതിരെ വൻ പ്രതിഷേധം നടന്നു. യുവമോർച്ചയുടെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ രാഹുലിനെതിരെ കയ്യേറ്റ ശ്രമങ്ങൾ വരെ ഉണ്ടായി. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാക്കൂട്ടത്തിലിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇതിനിടെ പുറത്തുവന്നു. പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്നും പുറത്തിറങ്ങിയാൽ അതിജീവിതമാരെ ഭീഷണിപ്പെടുത്താനും അപായപ്പെടുത്താനും സാധ്യതയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതി MLA ആയതിനാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നും ഫോണിന്റെ ലോക്കടക്കം കൈമാറാൻ വിസമ്മതിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. രണ്ട് വകുപ്പുകളാണ് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. FIRലും ഗുരുതരമായ പരാമർശങ്ങളാണ് ഉള്ളത്. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് രാഹുൽ കുഞ്ഞു വേണമെന്ന് നിർബന്ധിക്കുകയും കുഞ്ഞുണ്ടായാൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഗർഭിണിയാണെന്ന വിവരമറിഞ്ഞപ്പോൾ അസഭ്യം പറയുകയും മറ്റാരുടെയെങ്കിലും കുഞ്ഞാകുമെന്ന് അധിക്ഷേപിക്കുകയും ചെയ്തു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പണിയില്ലെന്ന് പറഞ്ഞ രാഹുൽ പണപ്പിരിവ് നടത്തിയതായും FIRലുണ്ട്. മൂന്നാം ബലാത്സംഗ പരാതിയിൽ രാഹുലിന്റെ കുരുക്ക് മുറുകും. ബലാത്സംഗവും ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം യുവതി അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. കോൾ റെക്കോർഡുകൾ, മെഡിക്കൽ രേഖകൾ, ചാറ്റുകൾ എല്ലാം അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട്. ഗർഭാവസ്ഥയിൽ ഡോക്ടറെ കണ്ടതും ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ട ചികിത്സാരേഖകളും പരാതിക്കാരി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. അലസിയപ്പോൾ ഗർഭത്തിന്റെ ഭ്രൂണാവശിഷ്ടം തെളിവിനായി സൂക്ഷിച്ചിട്ടുണ്ടെന്നും പരാതിക്കാരിയുടെ മൊഴിയിൽ പറയുന്നു. രാഹുൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് MLA ആയ ശേഷം സാമ്പത്തിക സഹായങ്ങൾ ആവശ്യപ്പെട്ടെന്നും യുവതിയുടെ പരാതിയിലുണ്ട്. വിദേശയാത്രയ്ക്കും പണം ആവശ്യപ്പെട്ടു. രാഹുലിന് വിദേശയാത്രയ്ക്കായി പണം നൽകിയെന്ന് യുവതി മൊഴി നൽകിയിട്ടുണ്ട്. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങാനും പണം ആവശ്യപ്പെട്ടു. SIT പരിശോധനയിൽ രാഹുൽ MLA ആയ ശേഷം UK-യിൽ 2 ദിവസത്തേക്ക് പോയതായും കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം രാഹുൽ നിരവധി വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. ആ വിദേശയാത്രകൾ യുവതിയുടെ ചെലവിലാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 8. പ്രവാസി മലയാളിയായ യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ നീക്കം അതീവ രഹസ്യമായിട്ടാണ് SIT നടത്തിയത്. പരാതി ലഭിച്ചതും യുവതിയുടെ മൊഴിയെടുത്തതും അന്വേഷണ സംഘം പുറത്തുവിട്ടില്ല. ആദ്യ 2 കേസുകളിൽ അറസ്റ്റിൽ നിന്ന് അതിവിദഗ്ധമായി രക്ഷപ്പെട്ട രാഹുലിനെ കുടുക്കാൻ സമർത്ഥമായാണ് G. പൂങ്കഴിയുടെ നേതൃത്വത്തിൽ നീക്കങ്ങൾ നടന്നത്. ഗർഭഛിദ്ര വിവാദത്തിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിന്റെ ആശ്വാസത്തിൽ തുടരുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രവാസി മലയാളിയായ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള AIG G. പൂങ്കുഴലിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഇമെയിൽ സന്ദേശത്തിലൂടെ പരാതി അയച്ചത്. തുടർന്ന് അതീവ രഹസ്യമായി
വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ കഴിഞ്ഞ ബുധനാഴ്ച യുവതിയുടെ ബോഡി രേഖപ്പെടുത്തുകയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് യുവതി അയച്ച പരാതിയിലെ പരാമർശങ്ങൾ ഇങ്ങനെ: 2023 സെപ്റ്റംബറിൽ വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ താൻ ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോയി. തൻ്റെ കുടുംബജീവിതത്തിൽ വിദേശത്തെത്തി 1 വർഷം തികയും മുമ്പ് അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു. അതിനിടെ സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട രാഹുലുമായി സൗഹൃദത്തിലായി. വിവാഹബന്ധം വേർപെടുത്താൻ നിർബന്ധിച്ച രാഹുൽ തന്നെ ജീവിത പങ്കാളിയായി സ്വീകരിക്കാമെന്നും തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകണമെന്നും യുവതിയോട് അഭ്യർത്ഥിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യുവതി അവധിക്ക് നാട്ടിലെത്തി. സ്വകാര്യമായി നേരിൽ കാണണമെന്നും ചില കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടെന്നും വ്യക്തമാക്കിയ രാഹുൽ പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിൽ സ്വന്തം പേരിൽ മുറിയെടുക്കാൻ യുവതിയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനെന്ന പേരിൽ യുവതിയുടെ മുറിയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രൂരമായി ശാരീരികമായി ദുരുപയോഗം ചെയ്തെന്നാണ് പരാതിയിലെ പരാമർശം. തടുക്കാൻ ശ്രമിച്ചിട്ടും തന്നിലൊരു കുഞ്ഞു വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർബന്ധപൂർവ്വം രാഹുൽ ലൈംഗികമായി അതിക്രമിക്കുകയായിരുന്നെന്നും പരാതിയിൽ പറയുന്നു. അപ്രതീക്ഷിതമായ അതിക്രമത്തിൽ ഭയപ്പെട്ട യുവതി വൈകാതെ തിരികെ വിദേശത്തേക്ക് പോയി. തുടർന്ന് താൻ ഗർഭിണിയാണെന്ന വിവരം ഫോണിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിച്ചെങ്കിലും ഗൗനിച്ചില്ലെന്നും അവഗണനയും അധിക്ഷേപവുമാണ് മറുപടിയായി ലഭിച്ചതെന്നും യുവതി പറയുന്നു. കുഞ്ഞിന്റെ പിതൃത്വം തനിക്കല്ലെന്ന് പറഞ്ഞ് രാഹുൽ അധിക്ഷേപം തുടർന്നതോടെ ഗർഭസ്ഥ ശിശുവിന്റെ DNA പരിശോധന നടത്താൻ താൻ തീരുമാനിച്ചു. ഭ്രൂണത്തിന്റെ DNA സാമ്പിൾ ശേഖരിച്ച വിദേശ ഏജൻസി രാഹുലിനോട് പിതൃത്വം തെളിയിക്കാനായി പരിശോധനയ്ക്ക് തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് ഇമെയിൽ സന്ദേശം അയച്ചു. എന്നാൽ ഇതിന് മറുപടി നൽകിയില്ല. പിന്നാലെ യുവതിയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയ രാഹുൽ ക്രൂരമായ ഭാഷയിൽ അധിക്ഷേപം തുടർന്നു. ഇതേ തുടർന്ന് താൻ ഗർഭചിത്രത്തിന് നിർബന്ധിതയാകുകയായിരുന്നുവെന്നും പരാതിയിൽ പരാമർശമുണ്ട്. പിന്നാലെ വിഷാദത്തിന് അടിമപ്പെട്ടെന്നും കടുത്ത ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിട്ടെന്നും യുവതി പറയുന്നു. ആരോഗ്യസ്ഥിതി പങ്കുവെക്കാൻ രാഹുലിനെ വിളിച്ചെങ്കിലും തൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. തുടർന്ന് രാഹുലിൻ്റെ ഉറ്റ സുഹൃത്തായ ഫെനി നൈനനെ വിവരങ്ങൾ അറിയിച്ചു. ഏതാനും മാസങ്ങൾക്ക് ശേഷം രാഹുൽ വീണ്ടും ഫോണിൽ വിളിച്ചു. സാഹചര്യങ്ങൾ വിശദീകരിച്ച് യുവതിയുടെ വിശ്വാസം പിടിച്ചുപറ്റിയ ശേഷം പാലക്കാട് ബിൽടെക് സമിറ്റിൽ ഫ്ളാറ്റ് വാങ്ങാനായി 1.5 കോടി രൂപ യുവതിയോട് ആവശ്യപ്പെട്ടു. പലപ്പോഴായി തൻ്റെ അക്കൗണ്ടിൽ നിന്ന് രാഹുലിൻ്റെ സുഹൃത്തായ ഫെനി നൈനാൻ്റെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതായും യുവതിയുടെ പരാതിയിൽ പരാമർശമുണ്ട്. അതിനിടെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ രാഹുലിനെതിരായ വിവാദങ്ങൾ വാർത്തയായതോടെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തേടി. എന്നാൽ തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും അത് തെളിയിക്കുന്ന രേഖകൾ കൈവശമുണ്ടെന്നുമായിരുന്നു മറുപടി. നേരിട്ട് വന്നാൽ എല്ലാം വ്യക്തമാക്കാമെന്നും രാഹുൽ യുവതിയോട് പറഞ്ഞു. തുടർന്ന് നാട്ടിലെത്തിയ യുവതി രാഹുലിനെ നേരിൽ കാണാൻ ശ്രമിച്ചപ്പോൾ ബോധപൂർവം അവഗണിച്ചു തുടങ്ങി. രാഹുലിൻ്റെ സഹായികളുടെ ഫോൺ നമ്പറിൽ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും മറുപടിയുണ്ടായില്ല. ഇതോടെയാണ് 2.5 വർഷം നീണ്ട ബന്ധം ചതിവായിരുന്നെന്ന് താൻ തിരിച്ചറിഞ്ഞതെന്നും യുവതി പരാതിയിൽ പറയുന്നു. വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ വിദേശത്തുള്ള യുവതിയുടെ മൊഴി അതീവ രഹസ്യമായി രേഖപ്പെടുത്തിയ ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്ത് തുടർ നീക്കങ്ങളിലേക്ക് SIT കടന്നത്. ആദ്യ കേസിന്റെ അന്വേഷണത്തിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയത് പോലീസിന്റെ വീഴ്ചയാണെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് മൂന്നാമത് രജിസ്റ്റർ ചെയ്ത FIRൽ അതീവ രഹസ്യമായുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുത്തത് അതീവ രഹസ്യമായിട്ടാണ്. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് നീലപ്പെട്ടി വിവാദമുണ്ടായ അതേ KPM ഹോട്ടലിൽ വെച്ചാണ് 1 വർഷത്തിനിപ്പുറം രാഹുലിനെ പോലീസ് പിടിച്ചത്. ഷൊർണൂർ DYSP മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് രാഹുലിനെ പിടികൂടിയത്. ബലാത്സംഗ കേസുകളിലെ പ്രതിയായ രാഹുൽ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ആദ്യ പീഡന കേസുകളിൽ ഒളിവിലായിരുന്ന രാഹുൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയതു മുതൽ പോലീസിന്റെ വലയത്തിൽ. ഒടുവിൽ 3ാം പരാതിയിൽ രാഹുലിനെ കൈയോടെ പൊക്കി. ഷൊർണൂർ DYSP N മുരളീധരന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഇന്നലെ വൈകിട്ടോടെ KPM ഹോട്ടലിൽ നിൽപ്പുറപ്പിച്ചു. രാഹുലിന്റെ 2002 നമ്പർ റൂമിനരികെ റൂമെടുത്ത് നിരീക്ഷിച്ചു. 12 കാലോടെ DYSP എത്തി രാഹുലുമായി സംസാരിച്ചു.
മറ്റൊരു പരാതി കൂടി വന്നിട്ടുണ്ടെന്നും കൂടെ വരണമെന്നും ആവശ്യപ്പെട്ടു. ആദ്യം നിസ്സഹരിച്ചെങ്കിലും പിന്നെ വഴങ്ങി. കസ്റ്റഡിയിലെടുത്ത് 3 ജീപ്പുകളിലായി പത്തനംതിട്ടയിലേക്ക്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയും ഡിവൈഎസ്പി മുരളീധരനും മാത്രമാണ് പാലക്കാട്ടെ ദൌത്യമറിഞ്ഞത്. ഹോട്ടലിലെ ജീവനക്കാരുടെ മൊബൈൽ ഫോൺ വാങ്ങിവെച്ച ശേഷമായിരുന്നു നീക്കം. പിടിയിലായ വിവരം രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടവർ പോലും അറിഞ്ഞത് തൃശൂരും കടന്ന ശേഷം. ന്യൂസ് 18 പാലക്കാട്. 3 ബലാത്സംഗ കേസുകളിലും പരാതി പ്രകാരം രാഹുൽ അതിജീവിതമാരെ ചൂഷണം ചെയ്തത് ഒരേ രീതിയിലാണ്. ഒരേ രീതിയിൽ അടുപ്പം സ്ഥാപിക്കുകയും കുഞ്ഞു വേണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് 3 പരാതികളിലും പറയുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ ഒഴികെ ബാക്കി 2 കേസുകളിലും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചുവെന്ന ആരോപണവും രാഹുലിനെതിരെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണങ്ങൾ ആദ്യമായി ഉയരുന്നത്. രാഹുൽ ബലാത്സംഗം ചെയ്തെന്നും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്നുമായിരുന്നു ആരോപണം. രാഹുലിനെതിരായ ചില ശബ്ദശകലങ്ങളും ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചു. രാഹുലിൽ നിന്ന് ദുരനുഭവം നേരിട്ട ചില യുവതികളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു. അതേസമയം ശബ്ദശകലങ്ങൾ പ്രചരിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ രാഹുലിനെതിരെ ആരും പരാതികൾ നൽകിയിരുന്നില്ല. എന്നാൽ മറ്റു ചിലർ നൽകിയ പരാതിയിൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു. പക്ഷേ പരാതിക്കാർ നേരിട്ട് മൊഴി നൽകാത്തതിനാൽ കേസ് അന്വേഷണം വഴിമുട്ടി. ഇതേസമയം ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് രാഹുലും പ്രതികരിച്ചു. എന്നാൽ കഴിഞ്ഞ വർഷം നവംബർ 27-ന് പീഡനത്തിനിരയായ യുവതികളിൽ ഒരാൾ രാഹുലിനെതിരെ ആദ്യമായി രേഖാമൂലം പരാതി നൽകി. ഇതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് ആദ്യത്തെ പരാതിക്കാരി ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനവും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതുമായിരുന്നു ആദ്യത്തെ പരാതിയിലും പറഞ്ഞിരുന്നത്. പിന്നാലെ പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറി. എന്നാൽ യുവതി നേരിട്ടെത്തി പരാതി നൽകിയെന്ന വിവരം പുറത്തു വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങി. ദിവസങ്ങളോളം പോലീസ് സംസ്ഥാനത്തിനകത്തും പുറത്തും തെരച്ചിൽ നടത്തിയിട്ടും MLAയെ കണ്ടെത്താനായില്ല. ഇതിനിടെ രാഹുൽ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചു. ഗർഭത്തിന് ഉത്തരവാദി താനല്ലെന്നും യുവതിയുടെ ഭർത്താവാണെന്നും യുവതിയുമായി ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും രാഹുൽ വാദിച്ചു. ഇതിനിടെ KPCC നേതൃത്വത്തിന് രണ്ടാമത്തെ പരാതി കിട്ടി. ഈ പരാതി KPCC നേതൃത്വം പോലീസിന് കൈമാറി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നായിരുന്നു ഈ പരാതിയിലെയും ആരോപണം. എതിർപ്പ് അവഗണിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും പരിക്കേൽപ്പിച്ചെന്നും കുഞ്ഞിനായി നിർബന്ധിച്ചെന്നും പരാതിയിലുണ്ടായിരുന്നു. ഇതോടെ രാഹുലിനെതിരെ രണ്ടാമത്തെ ബലാത്സംഗ കേസും രജിസ്റ്റർ ചെയ്തു. ഡിസംബർ 4-ന് ആദ്യത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. തൊട്ടുപിന്നാലെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. എന്നാൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും പോലീസിന് രാഹുലിനെ പിടികൂടാനായില്ല. തുടർന്ന് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിലേക്ക്. ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞു. ഡിസംബർ 10-ന് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. താൽക്കാലിക ആശ്വാസം ലഭിച്ചതോടെ ഒളിവിലായിരുന്ന രാഹുൽ വീണ്ടും പുറത്തിറങ്ങി സജീവമായി. ഡിസംബർ 11-ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ വോട്ട് ചെയ്യാനെത്തി. അതിനിടെ 2026 ജനുവരി 6-ന് ആദ്യ കേസിലെ പരാതിക്കാരിയുടെ ഭർത്താവും രാഹുലിനെതിരെ പരാതിയുമായി രംഗത്തെത്തി. രാഹുൽ കുടുംബജീവിതം തകർത്തെന്നും തന്നെ അപമാനിച്ചുവെന്നുമായിരുന്നു ആരോപണം. തന്റെ പരാതിയിൽ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നും ആരോപിച്ചു. 2026 ജനുവരി 7-ന് ആദ്യ കേസിലെ അറസ്റ്റ് തടഞ്ഞ ഉത്തരവ് കോടതി ജനുവരി 21 വരെ നീട്ടി. പരാതിക്കാരിയെയും ജാമ്യഹർജിയിൽ ഹൈക്കോടതി കക്ഷി ചേർത്തു. 2 ബലാത്സംഗ കേസുകളിൽ കോടതികളിൽ നിന്നടക്കം താൽക്കാലിക ആശ്വാസം നേടി പൊതുപരിപാടികളിലടക്കം സജീവമാകുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിർണായകമായ മൂന്നാമത്തെ പരാതി.
വിദേശത്തുള്ള തിരുവല്ല സ്വദേശിനിയാണ് മൂന്നാമത്തെ ബലാത്സംഗ കേസിലെ പരാതിക്കാരി. ഒരാഴ്ച മുൻപ് മുഖ്യമന്ത്രിക്കാണ് ഈ യുവതിയും ഇമെയിൽ വഴി പരാതി നൽകിയത്. വോയിസ് നോട്ടുകൾ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും കൈമാറി. പോലീസിന് പരാതി കൈമാറിയതോടെ SIT മേധാവി G. പൂങ്കുഴലി IPS വീഡിയോ കോൺഫറൻസ് വഴി പരാതിക്കാരിയുടെ മൊഴിയെടുത്തു. മൂന്നാമത്തെ പരാതി പുറത്തറിയാതിരിക്കാനും രാഹുൽ ഒളിവിൽ പോവുകയോ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയോ ചെയ്യാതിരിക്കാനും പോലീസ് അതീവ ജാഗ്രതയാണ് പുലർത്തിയത്. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലും ഗുരുതരമായ ആരോപണങ്ങളാണുള്ളത്. അതിക്രൂരമായ ബലാത്സംഗമാണ് നേരിട്ടതെന്നും സാമ്പത്തികമായി വലിയ ചൂഷണം ചെയ്തെന്നും പരാതിയിൽ ആരോപിക്കുന്നു. വിവാഹബന്ധത്തിൽ പ്രശ്നമുണ്ടായ ഘട്ടത്തിലാണ് രാഹുൽ സൗഹൃദം സ്ഥാപിച്ചത്. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ രാഹുൽ ബലാത്സംഗം ചെയ്തു. ഹോട്ടൽ മുറിയിൽ വെച്ച് മുഖത്തടിച്ചു, മുഖത്തേക്ക് തുപ്പി. ഇതിനുശേഷം വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തു. താനുമായുള്ള ബന്ധം അകലാതിരിക്കാൻ ഒരു കുഞ്ഞു വേണമെന്ന് രാഹുൽ നിർബന്ധിച്ചു. ഗർഭം ധരിച്ചപ്പോൾ രാഹുലിന്റെ സ്വഭാവം മാറി. ഗർഭത്തെ രാഹുൽ പുച്ഛിച്ചു. രാഹുലിന്റേതാണ് ഗർഭമെന്ന് തെളിയിക്കാൻ താൻ മെഡിക്കൽ ഏജൻസിയെ സമീപിച്ചു. DNA സാമ്പിളിനായി രാഹുലിനെ സമീപിച്ചെങ്കിലും രാഹുൽ തയ്യാറായില്ല. ഇതിനിടെ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു. ഗർഭം അലസിപ്പോയെന്നും മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, News 18. ദൈവത്തിന് നന്ദി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരാതി നൽകിയ അതിജീവിതയുടെ പ്രതികരണം. ഇരുട്ടിൽ ചെയ്ത പ്രവൃത്തികൾ ദൈവം കണ്ടെന്നും മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് തങ്ങളോട് ക്ഷമിക്കട്ടെ എന്നും അതിജീവിത ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അറസ്റ്റിൽ ഏതൊരാളുടെയും മനസ്സിനെ സങ്കടത്തിലാക്കുന്ന വൈകാരിക കുറിപ്പോടെയാണ് ആദ്യത്തെ പരാതിക്കാരി പ്രതികരിച്ചിരിക്കുന്നത്. ലോകം കേൾക്കാത്ത നിലവിളികൾ ദൈവം കേട്ടുവെന്നും ചതിയിലും വേദനയിലും ഒപ്പം നിന്ന ദൈവത്തിന് നന്ദിയെന്നും അതിജീവിത കുറിച്ചു. നിർബന്ധിത ഗർഭഛിദ്രത്തിൽ ജീവൻ നഷ്ടമായ കുഞ്ഞിനോട് മാപ്പ് ചോദിച്ച അതിജീവിത രാഹുലിനെ വിശ്വസിച്ചത് തെറ്റായിപ്പോയെന്ന് പറയുന്നു. എല്ലാ വേദനകളും വിധികളും വഞ്ചനകളും സഹിച്ച് മുന്നോട്ടു പോകാൻ ധൈര്യം നൽകിയതിന് നന്ദി. ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെട്ടപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്രയോഗത്തിലൂടെ തട്ടിയെടുത്തപ്പോഴും ദൈവം ചേർത്തുപിടിച്ചു. തെറ്റായ വ്യക്തിയെ വിശ്വസിച്ച് കുട്ടിയുടെ പിതാവാകാൻ യോഗ്യനല്ലാത്ത ഒരാളെ തെരഞ്ഞെടുത്തതിന് ക്ഷമ ചോദിക്കുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു. പിറക്കുന്നതിന് മുന്നേ കുഞ്ഞിനെ നഷ്ടമായ അമ്മയുടെ വേദന തളം കെട്ടി നിൽക്കുന്നതാണ് ആദ്യ പരാതിക്കാരിയുടെ കുറിപ്പ്. ന്യൂസ് ഡെസ്ക്, News 18. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 13ാം പ്രതിയായ തന്ത്രി കണ്ഠരര് രാജീവരെ ജയിലിലേക്ക് മാറ്റി. ശനിയാഴ്ചയാണ് തന്ത്രിയെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർ അറിയിച്ചതിനെ തുടർന്നാണ് തന്ത്രിയെ ജയിലിലേക്ക് മാറ്റിയത്. ശനിയാഴ്ച രാവിലെയാണ് തന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ജയിലിൽ ഭക്ഷണം നൽകാനെത്തിയ ഉദ്യോഗസ്ഥരോട് തനിക്ക് തലകറക്കമുണ്ടെന്ന് തന്ത്രി അറിയിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ നിന്ന് തന്ത്രിയുടെ ECG അടക്കമുള്ളവ പരിശോധിച്ചു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അറിയാനുള്ള ഡ്രോപ്പ് ടെസ്റ്റും നടത്തിയിരുന്നു. എന്നാൽ ഫലം വന്നപ്പോൾ ഡ്രോപ്പ് ടെസ്റ്റിൽ ഡോക്ടർമാർ ചില പ്രശ്നങ്ങൾ കണ്ടെത്തി. ഇതിൽ കൂടുതൽ പരിശോധനകൾ നടത്താനായാണ് തന്ത്രിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മേധാവി തന്ത്രിയെ പരിശോധിച്ചു. കൂടുതൽ പരിശോധനകൾക്കും നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തന്ത്രിയെ ICUവിലേക്ക് മാറ്റിയത്. ശബരിമല കട്ടിളപ്പാളിയിലെ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ ജനുവരി 9-നാണ് SIT തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒത്താശ ചെയ്ത് ആചാരലംഘനത്തിന് കൂട്ടുനിന്നു എന്നും തട്ടിപ്പിന് മൗനാനുവാദം നൽകി ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. News 18, തിരുവനന്തപുരം. മതിൽ ഇടിഞ്ഞു വീണതിനെ ചൊല്ലിയുള്ള തർക്കം കയ്യാങ്കളിയിൽ കലാശിച്ചു.
തിരുവനന്തപുരം പൂവാറിലാണ് സംഭവം. 70-കാരന്റെ മുഖത്ത് ഇഷ്ടിക കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. പൂവാർ, കാഞ്ഞിരം, പഴിഞ്ഞി, കോരികാൽ കടവിൽ ഇന്ന് രാവിലെയോടെയാണ് സംഭവം. 70-കാരനായ ഗോപിനാഥൻ നായരുടെ വീടിന് സമീപത്തെ മതിൽക്കെട്ട് ഇടിഞ്ഞു വീണിരുന്നു. മതിലിന്റെ കല്ലുകൾ മാറ്റാൻ ഗോപിനാഥൻ നായരും സഹോദരൻ രവീന്ദ്രൻ നായരും എത്തിയപ്പോഴാണ് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത്. അയൽവാസിയും ബന്ധുവും കൂടിയായ രാജേന്ദ്രനും കുടുംബവും എത്തിയതോടെ സംഭവത്തിന് തുടക്കമായി. ഇരു കുടുംബങ്ങളും തമ്മിൽ നേരത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. കയ്യാങ്കളിക്കിടയിൽ രാജേന്ദ്രൻ ഗോപിനാഥൻ നായരെയും രവീന്ദ്രൻ നായരെയും ഇഷ്ടിക കല്ലുകൊണ്ട് മുഖത്തടിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. തലയ്ക്കും മുഖത്തും പരിക്കേറ്റ ഇരുവരെയും ആദ്യം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രവീന്ദ്രൻ നായർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. സംഭവത്തിൽ ഇരുകൂട്ടരും പൂവാർ പോലീസിൽ പരാതികൾ നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പൂവാർ. ലഹരി ഉപയോഗം ബന്ധുക്കളെ അറിയിച്ചതിന് യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ സാഹസികമായി കീഴടക്കി പോലീസ്. എടപ്പാൾ സ്വദേശി റംഷാദിനെയാണ് ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ പിടികൂടുന്നതിനിടെ എസ്ഐയുടെ കൈക്ക് പരിക്കേറ്റു. എടപ്പാൾ പൂക്കരത്തറയിൽ ഡിസംബർ 19-നാണ് യുവാവ് ആക്രമിക്കപ്പെട്ടത്. ലഹരി ഉപയോഗം ബന്ധുക്കളെ അറിയിച്ചതിലുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ 2ാം പ്രതിയെയാണ് ഒളിവിൽ കഴിയുന്നതിനിടെ സാഹസികമായി കീഴ്പ്പെടുത്തിയത്. എടപ്പാൾ അംശക്കച്ചേരി സ്വദേശി റംഷാദ് എന്ന 23-കാരനെ ചങ്ങരംകുളം പോലീസ് സാഹസിക നീക്കങ്ങളിലൂടെ അറസ്റ്റ് ചെയ്തു. പ്രതിയെ കീഴടക്കാനുള്ള നീക്കത്തിനിടെ ചങ്ങരംകുളം SI വിനുവിന് പരിക്കേൽക്കുകയും ചെയ്തു. വിനുവിന്റെ വലത് കൈയിന് പൊട്ടലുണ്ട്. ഇതോടെ കേസിൽ ഇതുവരെ 2 പേർ അറസ്റ്റിലായി. ഇനി ഒരാളെ കൂടി പിടികൂടാനുണ്ട്. ഇക്കഴിഞ്ഞ ഡിസംബർ 19-ന് പൂക്കരത്തറ പെട്രോൾ പമ്പിന് സമീപത്താണ് അക്രമം അരങ്ങേറിയത്. ബൈക്കിലെത്തിയ 3-അംഗ സംഘം എടപ്പാൾ സ്വദേശിയായ ഇംതിയാസ് എന്ന യുവാവിനെ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. പ്രതികളിൽ ഒരാൾ ലഹരി ഉപയോഗിക്കുന്നത് ബന്ധുക്കളെ അറിയിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ആക്രമണം നടത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതികളിൽ ഒരാളായ എടപ്പാൾ സ്വദേശി ലുക്മാനെ അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിടിയിലായ റംഷാദിനെതിരെ സമാനമായ നിരവധി പരാതികൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു. ചങ്ങരംകുളം SI വിനുവിന്റെ നേതൃത്വത്തിൽ സീനിയർ CPOമാരായ ബിജു, നിതീഷ്, CPO സഫ്വാൻ, രജിത എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. പ്രതിയെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 തിരൂർ. നിലമ്പൂരിൽ വിൽപ്പനയ്ക്ക് കൈവശം വെച്ച MDMAയുമായി യുവാവ് അറസ്റ്റിലായി. എടവണ്ണ സ്വദേശി പുന്നോത്ത ഫെബിൻ ഷാദിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് സംഘവും ചേർന്ന് പിടികൂടിയത്. നിലമ്പൂരിൽ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മാരക മയക്കുമരുന്നായ MDMAയുമായി യുവാവ് അറസ്റ്റിൽ. എടവണ്ണ ചെറുമണ്ണ് സ്വദേശി പുന്നോത്ത് ഫെബിൻ ഷാദിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത്. നിലമ്പൂർ DYSP സാജു K അബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി വലയിലായത്.
ശനിയാഴ്ച രാത്രി 12 മണിയോടെ മമ്പാട് പൊങ്ങല്ലൂരിൽ വെച്ച് SI PT സൈഫുള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന 20 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. ഇതിന് വിപണിയിൽ ഏകദേശം 1 ലക്ഷത്തോളം രൂപ വില വരും. മയക്കുമരുന്ന് വിൽപ്പനയ്ക്കും സംഘം ചേർന്ന് ഉപയോഗിക്കുന്നതിനുമാണ് ഇത് കൈവശം വെച്ചതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. മയക്കുമരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. തിരുവനന്തപുരം ആര്യനാട് പെൺകുട്ടിയുടെ ശരീരത്തിൽ തിളച്ച പാൽ വീണ് പൊള്ളലേറ്റ സംഭവത്തിൽ യുവാവ് റിമാൻഡിൽ. യുവതിയോടൊപ്പം താമസിച്ചിരുന്ന പറണ്ടോട് ആനപ്പെട്ടി തടത്തരികത്ത് വീട്ടിൽ മഹേഷാണ് റിമാൻഡിലായത്. പെൺകുട്ടിയുടെ മാതാവിന്റെ പരാതിയിലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ മഹേഷ് ദേഹോപദ്രവം ഏൽപ്പിക്കാറുണ്ട് എന്നാണ് പരാതിയിൽ പറയുന്നത്. രണ്ട് വർഷം മുൻപ് വിവാഹിതനായ യുവാവിനൊപ്പം വീട്ടിൽ നിന്ന് ഒളിച്ചോടിയ പെൺകുട്ടിക്കാണ് ദുരനുഭവം. ശരീരത്തിൽ തിളച്ച പാൽ വീണ് പൊള്ളലേറ്റു. പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ മാസം 26-നായിരുന്നു സംഭവം. പൊള്ളലേറ്റിട്ടും 2 ദിവസം പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. പൊള്ളൽ ഗുരുതരമായതിനെ തുടർന്നാണ് പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ തയ്യാറായത്. തന്റെ കൈതട്ടി പാൽ ശരീരത്തിലൂടെ വീണതാണെന്നാണ് പെൺകുട്ടി ആദ്യം പറഞ്ഞത്. മകൾ ആശുപത്രിയിലായ വിവരമറിഞ്ഞ് എത്തിയ അമ്മയോടാണ് പെൺകുട്ടി അപകടത്തിന്റെ യഥാർത്ഥ കാരണം പറഞ്ഞത്. തുടർന്ന് അമ്മ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. നിരന്തരമായി മഹേഷ് കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തിരുന്നതായും മാനസിക പീഡനം അനുഭവിച്ചിരുന്നതായും ബന്ധുക്കൾ ആര്യനാട് പോലീസിൽ പരാതി നൽകി. പെൺകുട്ടിയുടെ തോൾഭാഗം മുതൽ കാലിന്റെ മുട്ടിന്റെ ഭാഗം വരെ പൊള്ളലേറ്റിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന പെൺകുട്ടിക്ക് 25% പൊള്ളലേറ്റതായി ബന്ധുക്കൾ പറയുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പറണ്ടോട് ആനപ്പെട്ടി തടത്തരികത്ത് വീട്ടിൽ മഹേഷിനെ ആര്യനാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത റിമാൻഡ് ചെയ്തതായി സബ് ഇൻസ്പെക്ടർ കിരൺ ശ്യാം അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാൾ താമസിച്ചിരുന്ന വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് നടത്തി. ഇയാളുടെ പേരിൽ ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ മറ്റ് കേസുകളുമുണ്ട്. ന്യൂസ് 18 ആര്യനാട്. ഡൽഹിയിൽ പട്ടാപ്പകൽ നടുറോഡിൽ സ്ത്രീയെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തി. ഡൽഹി ഷാലിമാർ ബാഗ് നിവാസിയും പ്രദേശത്തെ റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റുമായിട്ടുള്ള 40-കാരിയായിട്ടുള്ള രചന യാദവാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. രജനയുടെ ഭർത്താവ് വിജേന്ദ്ര യാദവ് വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. ഈ കേസിലെ പ്രധാന സാക്ഷിയാണ് രചന യാദവ്. കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കെയാണ് രചന യാദവും കൊല്ലപ്പെടുന്നത്. ബൈക്കിലെത്തിയ അക്രമികളാണ് രചന യാദവിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു. ये किसी के यहाँ से पड़ोस से आ रही थी, तो जैसे कि आपने मौके पे अभी देख लिया है, यहाँ पे इसको किसी ने सिर में एक गोली मारी है, जिसमें ये इसकी डेथ हो गई. 2023 വിജേന്ദ്ര യാദവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ തന്നെയാണ് രചനയെ കൊലപ്പെടുത്തിയതിന് പിന്നിലെന്ന് പോലീസ് കരുതുന്നു. ഭാരത് യാദവ് എന്ന ആളടക്കം 6 പേരായിരുന്നു 2023 കൊലക്കേസിലെ പ്രതികൾ. വിജേന്ദ്ര യാദവുമായി ഭാരത് യാദവിന് നേരത്തെ ഉണ്ടായിരുന്ന ശത്രുതയായിരുന്നു കൊലപാതകത്തിന് കാരണം. 5 പ്രതികൾ അറസ്റ്റിലായെങ്കിലും മുഖ്യപ്രതിയായ ഭാരത് യാദവ് ഇപ്പോഴും ഒളിവിലാണ്. इस केस की बैकग्राउंड कुछ बलसवा गांव से रिलेटेड है. ये वहाँ की रहने वाली है और वहाँ पे इसके पति जिनका नाम विजेंद्र यादव है, उनकी शायद 2023 में या 22 में मर्डर हुआ था. उस केस की डिटेल्स हम अभी निकाल रहे हैं. उससे रिलेटेड लगता है कि कोई पर्सनल एनमिटी या इनका पारिवारिक झगड़ा है बलसवा गाँव का. फर्दर इन्वेस्टिगेशन कर रहे हैं. വിജേന്ദ്ര കൊലക്കേസിലെ പ്രധാന സാക്ഷികളെ ഇല്ലാതാക്കാനാണ് രചന യാദവിനെയും വകവരുത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നു. അയൽക്കാരുടെ വീട്ടിൽ നിന്ന് മടങ്ങുന്നതിനിടെയാണ് ബൈക്കിൽ കാത്തുനിന്ന 2 പേർ സ്ത്രീക്ക് നേരെ വെടിയുതിർത്തതെന്ന് പോലീസ് പറയുന്നു. സ്പോർട്സ് ബൈക്കിലാണ് അക്രമികൾ എത്തിയത്. രചന അടുത്തെത്തിയപ്പോൾ ഒരാൾ തടഞ്ഞു നിർത്തി പേര് ചോദിച്ചു. തുടർന്ന് പേര് പറഞ്ഞതിന് പിന്നാലെ
അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം അക്രമികൾ ബൈക്കിൽ കടന്നു കളഞ്ഞു. അച്ഛനെ കൊലപ്പെടുത്തിയവർ തന്നെയാണ് അമ്മയെയും കൊന്നതെന്ന് മക്കൾ പ്രതികരിച്ചു. मेरे पापा का केस जो है वो गवाही पे आ गया था. मेरी मम्मी जो है मेन गवाह थी, जिसकी वजह से उन्हें यहाँ पे उन्होंने मुखबरी करके मार दिया. मेरे पापा के केस में 6 कातिल थे. उन 6 कातिलों में से 5 या 4 पकड़े गए थे. एक मास्टरमाइंड है भरत यादव पलसवा का, बेकरी वाला, वो अभी भी फरार था. उसने ये साजिश करके मेरी माँ को मारा है. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കരൂർ ദുരന്തത്തിൽ വിജയ് നാളെ CBI കോടതിയിൽ ഹാജരാകും. ഡൽഹി CBI കോടതിയിലാണ് വിജയ് എത്താൻ പോകുന്നത്. നേരത്തെ TVK ഭാരവാഹികളെയും CBI ചോദ്യം ചെയ്തു. കരൂർ ദുരന്തത്തിൽ TVK അധ്യക്ഷനും നടനുമായ വിജയ് നാളെ CBI കോടതിയിൽ ഹാജരാകും. രാവിലെ 11 മണിക്ക് താരം എത്തുമെന്നാണ് വിവരം. ദുരന്തത്തിന് പിന്നിലെ സുരക്ഷാ വീഴ്ചകളും മാനദണ്ഡ ലംഘനവുമാണ് CBI പരിശോധിക്കുന്നത്. നേരത്തെ TVK ഭാരവാഹികളായ ബുസി ആനന്ദ്, ആദവ് അർജുന, CTR നിർമ്മൽകുമാർ, മതിയഴകൻ എന്നിവരെ CBI ചോദ്യം ചെയ്തിരുന്നു. വിജയ്ക്കൊപ്പം അഭിഭാഷകരും TVKയുടെ മുതിർന്ന അംഗങ്ങളും ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. BNS 179 പ്രകാരം സാക്ഷി എന്ന നിലയിലാണ് വിജയ്ക്ക് CBI സമൻസ് നൽകിയത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള സംഘം വിജയുടെ കാരവാനിൽ ഫോറൻസിക് പരിശോധന നടത്തി. CBIയും ഈ വാഹനം കസ്റ്റഡിയിലെടുത്ത് പരിശോധന നടത്തിയിരുന്നു. വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് അജയ് രസ്തോഗിയുടെ മേൽനോട്ടത്തിലാണ് നിലവിൽ CBI അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ വാർത്തകളുമായി പോലീസ് പട്രോൾ വീണ്ടും നാളെ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.